Hello friends, all are welcome to my YouTube channel Nursing with Nandana. ഇന്ന് നമ്മൾ RGHS യൂണിവേഴ്സിറ്റിയിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ഫോർത്ത് ഇയറിൻ്റെ OBGയിലെ 2 മാർക്ക് ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 9 ആണ് കേട്ടോ. ഇത് മസ്റ്റ് നോയിലെ ക്വസ്റ്റ്യൻസ് ആണ്. എന്തായാലും ഇതെല്ലാം പഠിക്കണം. ഫസ്റ്റ് ലിസ്റ്റഡ് സൈൻസ് ഓഫ് സബ് ഇൻവല്യൂഷൻ ഓഫ് യൂട്രസ്. അപ്പോൾ നമ്മൾ എന്താ അതിൻ്റെ ആൻസർ നോക്കാം. സബ് ഇൻവല്യൂഷൻ ഓഫ് യൂട്രസിൻ്റെ സയൻസ് ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം അതെന്താണെന്ന് അറിയുക. സബ് ഇൻവല്യൂഷൻ ഓഫ് യൂട്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ പോസ്റ്റ്പാർട്ടം കണ്ടീഷൻ വെയർ ദ യൂട്രസ് ഡസ് നോട്ട് റിട്ടേൺ ടു ഇറ്റ്സ് നോർമൽ പ്രീ പ്രഗ്നൻസി സൈസ് ആഫ്റ്റർ ചൈൽഡ് ബർത്ത്. സബ് ഇൻവല്യൂഷൻ ഓഫ് യൂട്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതൊരു പോസ്റ്റ്പാർട്ടം കണ്ടീഷനാണ്, അതായത് ഡെലിവറിക്ക് ശേഷമുള്ളത്. ഈ ഡെലിവറിക്ക് ശേഷം എന്ത് ചെയ്യുന്നു, നമ്മുടെ യൂട്രസ് നമ്മൾ പ്രഗ്നൻസി ആകുമ്പോൾ എന്ത് ചെയ്യും, അത് വലുതാവും അല്ലേ, പൊക്കത്തേക്ക് ഇങ്ങനെ മാറും. അപ്പോഴത്തേക്ക് ഈ യൂട്രസ് അതിൻ്റെ വലുതായി കഴിയുമ്പോഴത്തേക്കും ഇത് എന്ത് ചെയ്യും, തിരിച്ച് ഇതേ സൈസിലേക്ക് വരണ്ടേ. പക്ഷെ അങ്ങനെ വരാതിരിക്കുന്ന ഈ ചൈൽഡ് ബർത്തിന് ശേഷവും അത് നോർമൽ സൈസിലേക്ക് വരാതിരിക്കുന്ന കണ്ടീഷനാണ് യൂട്രസ് സബ് ഇൻവല്യൂഷൻ ഓഫ് യൂട്രസ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ യൂട്രസ് സബ് ഇൻവല്യൂട്ടഡ് ആകാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താ, കുട്ടി വളരുന്ന ആ പ്ലാസൻ്റയുടെ എന്തെങ്കിലും ഭാഗങ്ങൾ അവിടെ നിൽക്കുക ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ. യൂട്രസ് എന്ന് വെച്ചാൽ എന്താ, ഗർഭാശയം. ഈ ഗർഭാശയത്തിൽ എന്ത് ചെയ്യുക, പ്ലാസൻ്റയുടെ എന്തെങ്കിലും ഭാഗങ്ങൾ കിടക്കുക, അതായത് റിട്ടൈൻഡ് പ്ലാസൻ്റൽ ടിഷ്യൂ. പിന്നെ എന്താ, എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, ആ എൻഡോമെട്രൈറ്റിസ് ഒക്കെ, അതായത് യൂട്രൈൻ ലൈനിങ്ങിലൊക്കെ എന്തെങ്കിലും എന്ത് വരിക, ഇൻഫെക്ഷൻസ്, എൻഡോമെട്രൈറ്റിസ് ഒക്കെ വരിക. ദെൻ ലോങ് ലേബർ, ഒരുപാട് നീണ്ടു നിൽക്കുന്ന ലേബർ ആണെങ്കിൽ. ഫുൾ ബ്ലാഡർ ഫുള്ളായിരിക്കുമ്പോഴത്തേക്കും ഇത്രയും ഈ യൂട്രസിന് കോൺട്രാക്ട് ചെയ്ത് താഴേക്ക് വരാൻ പറ്റില്ല, പെൽവിസിന് അങ്ങോട്ടേക്ക്. പിന്നെ മൾട്ടി ബർത്ത്, ഒരുപാട് ബർത്ത് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, കുട്ടിക്ക് ജന്മം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് കുട്ടികളെ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എന്ത് ചെയ്യും, അവരുടെ വയറ് ഒരുപാട്, യൂട്രസ് ഒരുപാട് സ്ട്രെച്ച് ആവും. ഓവർ സ്ട്രെച്ച് ആയി കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അതിനെ കോൺട്രാക്ട് ചെയ്ത് തിരിച്ച് അതേ സൈസിലേക്ക്, പഴയ സൈസിലേക്ക് വരാൻ പറ്റുമെന്ന് വരില്ല. പിന്നെ ഉള്ളത് ജനറൽ അനസ്തേഷ്യ. ജനറൽ അനസ്തേഷ്യ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും, നമ്മുടെ ആ ബോഡി പാർട്ട് മരച്ചിരിക്കുകയല്ലേ, അപ്പോൾ അതിന് തന്നെ കോൺട്രാക്ട് ചെയ്യാനുള്ള എബിലിറ്റി ചിലപ്പോൾ ഉണ്ടാകണമെന്ന് വരില്ല. പിന്നെ അണ്ടർലൈൻ ഹെൽത്ത് ഇഷ്യൂസ്, നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ, തൈറോയ്ഡ് ഹോർമോൺസ് പ്രോബ്ലംസ്, പിന്നെന്താ ഡയബറ്റിസ്, ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസ്, ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് പ്രഗ്നൻസി സമയത്തൊക്കെ വരും. അപ്പോൾ അത് കാരണം ചിലപ്പോൾ ഇതിൻ്റെ ഒരു യൂട്രസ് എന്താകും, ഇൻവല്യൂട്ടായി പോകുക. അപ്പോൾ ഇതിൻ്റെ സയൻസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സയൻസ് എന്ന് പറയുന്നത് നമുക്ക് ഹെവി അല്ലെങ്കിൽ പ്രോലോങ്ഡ് ബ്ലീഡിങ്, നല്ല ശക്തമായ അല്ലെങ്കിൽ എന്താ ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്ന രക്തസ്രാവം, ബ്ലീഡിങ് വരിക. ബോഗി യൂട്രസ് നെക്സ്റ്റ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ബോഗി യൂട്രസ് ഇതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാർട്ടാണ്. അതായത് നമ്മൾ ഡോക്ടേഴ്സ് പാൽപ്പേറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും എന്താ, യൂട്രസ് വളരെ ബോഗിയായിട്ട് സോഫ്റ്റായിട്ടിരിക്കും, വളരെ സ്പോഞ്ച് പോലെയൊക്കെ. അപ്പോൾ അതിൻ്റെ അങ്ങനെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ യൂട്രസ് ഇൻവല്യൂട്ടഡ് ആയിട്ടുണ്ടാവുമെന്ന് നമുക്ക് സംശയിക്കാം. പിന്നെന്താ, ഡിലേഡ് ഡിസെൻഡ്, അതായത് യൂട്രസ് എന്ത് ചെയ്യില്ല, പെൽവിസിലേക്ക് വരേണ്ട ഒരു കാലത. ശരിക്കും അത് എന്ത് ചെയ്യണം, ചൈൽഡ് ബർത്തിന് ശേഷം ഈ യൂട്രസ് പെൽവിസിലേക്ക് തിരിച്ചു വരും കോൺട്രാക്ട് ചെയ്ത്. പക്ഷേ അതിലുള്ള ഒരു കാലതാമസം, ഡിലേഡ് ആവുന്ന ഡിസെൻഡ്. ദെൻ വജൈനയിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു ഫോൾ സ്മെല്ലിംഗ് ഡിസ്ചാർജ് വരുന്നുണ്ട്. അപ്പോൾ അത് ഇൻഫെക്ഷനെ ആയിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും എൻഡോമെട്രൈറ്റിസ് അതുപോലുള്ള യൂട്രൈനിലുള്ള ലെയേഴ്സ് വരുന്ന ഇൻഫെക്ഷനെ ആയിരിക്കും അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് വഴി എന്താ നമുക്ക് ഈ യൂട്രസ് ഇൻവല്യൂട്ട് ആകാൻ കാരണമാണ്. പിന്നെന്താ, സെവിയർ അബ്ഡോമൻ, നമുക്ക് നല്ല വയറുവേദന ഉണ്ട്. അപ്പോൾ ഫൗൾ സ്മെല്ലിംഗ് ഡിസ്ചാർജ്, പിന്നെന്താ അബ്ഡോമിനൽ, നല്ല സെവിയർ ആയിട്ടുള്ള അബ്ഡോമിനൽ പെയിൻ വരിക. പിന്നെ ഫീവർ എന്ന് പറയുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ 100.4 അല്ലെങ്കിൽ 38 ഡിഗ്രി, 100.4 ഡിഗ്രി ഫാരൻഹൈറ്റ് അല്ലെങ്കിൽ 38 ഡിഗ്രി സെൽഷ്യസിനേക്കാളും എന്താ ഒരുപാട് മുകളിൽ വരിക ടെമ്പറേച്ചർ. അപ്പോൾ ഫീവർ വരിക. ഇൻഫെക്ഷൻ വരുമ്പോൾ നമുക്ക് എന്തായാലും ഫീവർ വരുമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് സയൻസ്. ഹെവി ഓർ പ്രോലോങ്ഡ് ബ്ലീഡിങ്, ബോഗി യൂട്രസ്, ഡിലേഡ് ഡിസെൻഡ്, ഫോൾ സ്മെല്ലിംഗ് ഡിസ്ചാർജ്, സെവിയർ അബ്ഡോമിനൽ പെയിൻ, ഫീവർ, temperature above 100.4 degree Fahrenheit or 38 degrees Celsius.